അടുത്തതായി പ്രസംഗിക്കാൻ നന്നായി ഇവരെ വെച്ച് തന്നെ തുടങ്ങാം. ഒരു രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എടു തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കോരാൻ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്ക് കിട്ടി. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട, ചോദിച്ചോ? വേണ്ട, കണ്ടാത്തോണ്ട. അവനെ ഇന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. ആ ലക്ഷണം കെട്ടവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തോ പറഞ്ഞോണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. റാസ്കൽ, പോടാ പട്ടി, തെണ്ടി, ചെറ്റെ, നായിന്റെ മോനെ. കൂടുതൽ വരട്ടല്ലേ? വരട്ടിയാൽ നമുക്ക് കാണാം കാണാം കാണാം. ലക്ഷ്മിയുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാഴ്ച തികച്ച് സംസാരിച്ച പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ. ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ശ്രദ്ധിച്ചില്ലേ? ഇതെന്തോ പറയുന്നേ? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? ഞാൻ വളരെ ഡീസന്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാ, അറിയോ? ലക്ഷ്മി, അയാൾക്ക് കാര്യം പിടികിട്ടിയെന്നാ തോന്നുന്ന. ആള് തരുന്നതും വാങ്ങി നമുക്ക് സ്ഥലം ഇടുന്നതാ നല്ലത്. അത് മതിയല്ലേ? അപ്പൊ ശോഭ പുറത്തു പോയിട്ട് പറയുന്ന കേട്ടു, "Can I have one glass of chai and പഴംപൊഴി?" എന്തോ പറഞ്ഞ. എന്റെ ലൈഫ് ബ്രോയിലറായി, ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്. ശോഭ, പഴംപൊരിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ? ബനാന ഫ്രിറ്റേഴ്സ്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ, എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ട. ശോഭയുടെ കഴിഞ്ഞല്ലോ അല്ലേ കോട്ട? ഞാൻ കാണിച്ചു തരാം. മേഡത്തെ നിങ്ങൾക്ക് അറിയില്ല. ലക്ഷ്മി, ഞാൻ എന്താ പറയാ നിന്നെ കുറിച്ച്? നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു. മന്ത്രവും തന്ത്രവും ഉപയോഗിച്ച് ഞാൻ ചവിച്ച് ഭസ്മമാക്കും. അടങ്കപ്പെടാരി. ലക്ഷ്മി ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയാം. അമ്മച്ചൊന്നും മിണ്ടാതെ അകത്തേക്ക് പോകണ്ടോ? എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്. അടുത്തൊരു തിരിച്ചറിവും ഒരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട്. എന്താടാ അവരെ ഇളക്കം? എന്താ ഇളകി കൂടെ? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം. നിന്റെ എല്ലി ഞാൻ ചവിട്ടിപ്പൊട്ടി. അവൻ വലിയ വെളിവേടും പറഞ്ഞതായിരിക്കും. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. അസൂയ പിടിച്ച തെണ്ടി. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഓർ ഭാവന, വാട്ട് ഈസ് എ വുമൺ? എന്തൊക്കെയാ ബിൻചേട്ടാ? ഹു ആർ യു? വാട്ട് ആർ യു ഡൂയിങ്? ഇതൊക്കെയാണോ ചോദ്യം? സാമ്പാറും രസവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വളരെ നൈസ് ക്വസ്റ്റ്യൻ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. മതി മതി മതി. ലക്ഷ്മി, സോറി ലക്ഷ്മി, എനിക്ക് വേറെ കണ്ടന്റ് ഇല്ല ലക്ഷ്മി, അതുകൊണ്ടാ. സോറി ഏട്ടാ, ഇനിമേലല്ല ആവർത്തിക്കില്ല. നീ എന്റെ കാലനായിട്ട് എന്നെ വന്നിരിക്കുവാണോ? മനസ്സിലായില്ല. മാപ്പ് 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 മാപ്പ്. നീ മാപ്പ് പോണെന്നൊക്കെ എനിക്കറിയാം.